ഇന്ന് ചിങ്ങം 8 ചിങ്ങം 14 വരെയുള്ള വാരഫലമാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി മേടക്കൂറുകാരുടെ വാരഫലം നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാൽ. ഈ കൂറുകാർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ഈ കൂറുകാർക്ക് ഈ ആഴ്ചയിലെ 2-3 ദിവസം ചില തടസ്സങ്ങൾ നേരിടുന്നതായി കാണുന്നു. അതൊഴിവാക്കിയാൽ ഈ വാരം പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും വാരമാണ്. എല്ലാ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായൊരു വാരമായിരിക്കും ഇത്. ഗുണദോഷ സമ്മിശ്രമായ വാരം എന്ന് വിളിക്കാമെങ്കിലും ഗുണാധിക്യമാണ് കൂടുതലായി കാണുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനും സ്ട്രെസ്സും ഒന്നും കാണുന്നില്ല. എന്നാൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് സ്ട്രെസ്സ് ആദ്യ പകുതിയിൽ അനുഭവിക്കാനിടയുണ്ട്. എങ്കിലും അവസാന പകുതിയിൽ വളരെയധികം ആശ്വാസകരമായതും സന്തോഷകരമായ ചില അനുഭവങ്ങളും വന്നു ചേരാനായി സാധ്യതയുണ്ട്. മേടക്കൂറുകാരിൽ അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രക്കാരാണ് ഉള്ളത്. അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രക്കാരുടെ വാരഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഇതിൽ ഭരണി നക്ഷത്രക്കാർക്ക് ചില അപ്രതീക്ഷിതമായ ഭാഗ്യ നേട്ടങ്ങൾ വന്നു ചേരുന്നതായി കാണുന്നു. ഭാഗ്യക്കുറി പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. തോട്ടം, കൃഷി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ചില നഷ്ടങ്ങൾ വന്ന് സംഭവിക്കാനായി സാധ്യതയുണ്ട്. യാത്രയ്ക്കൊരുങ്ങുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടാനായി സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വാരമാണ് ഇത്. ധാരാളം പണച്ചിലവ് വന്നേക്കാവുന്ന ഒരു വാരമാണ്. എങ്കിലും നിയന്ത്രിച്ചു പോയാൽ വേറെ ദോഷങ്ങളൊന്നും കാണുന്നില്ല. വരുമാനം കൂടുതലും ചിലവും അതേപോലെ കൂടുതലായി നിൽക്കുന്ന ഒരു വാരമായിരിക്കും ഇത്. പൊതുവെ മേടക്കൂറുകാർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. അടുത്തതായി ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വളരെ നാളുകൾ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങൾക്കും ഈ ആഴ്ച പരിഹാരം കണ്ടെത്താൻ സാധ്യതയുണ്ട്. എന്നാൽ കുറച്ച് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കേണ്ടതായി വരും. ചില ശാരീരിക ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരുന്നതായി കാണുന്നു. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുണ്ടെങ്കിലും ഈ വാരാന്ത്യത്തോടു കൂടി അതിന് ഒരു പരിഹാരം ലഭിക്കുന്നതാണ്. സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഇത്. സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു വാരമായിരിക്കും ഇത്. എന്നാൽ ദേഹാധ്വാനം കൊണ്ട് ജോലിയെടുക്കുന്നവർക്ക് ചില ക്ലേശങ്ങളോ അപകടങ്ങളോ ഒക്കെ വരാൻ സാധ്യത തെളിഞ്ഞു കാണുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും വാരം അത്ര അനുകൂലമല്ല. പ്രതീക്ഷിച്ച അത്ര ലാഭം ലഭിക്കുന്ന ഒരു വാരമായിരിക്കില്ല ഇത്. ബിസിനസ്സുകാർക്ക് വാരം കുറച്ചുകൂടി ഭേദപ്പെട്ടതായി അനുഭവപ്പെടുന്ന ഒരു വാരമാണ് ഇത്. അതേപോലെ മറ്റ് ചില രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഊഹക്കച്ചവടം തുടങ്ങിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു വാരമായിരിക്കും ഇത്. അടുത്തതായി മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായൊരു വാരമായിരിക്കും ഇത്. പ്രതീക്ഷകൾ കൈവരിക്കുന്ന ഒരു വാരമാണ് ഇത്. വിവാഹാദി കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു വാരമാണിത്. കമിതാക്കൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തിരിഞ്ഞു വരുന്നതാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു വാരമായിരിക്കും. കൂടാതെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്നതായി കാണുന്നു.
കൂടാതെ ബിസിനസ്സുകാർക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനായി ഈ വാരം ഉതകുന്നതാണ്. ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉള്ളവർക്ക് ആശ്വാസകരമായൊരു വാരമായിരിക്കും ഇത്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ചില ഭാഗ്യങ്ങൾ യാത്രയിൽ വന്നു ചേരാനായി സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായി ദിവസങ്ങൾ പങ്കിടാൻ സാധ്യതയുള്ളൊരു വാരമായിരിക്കും ഇത്. ശുഭകാര്യങ്ങളിൽ ഏർപ്പെടാനും ഈ വാരം അനുകൂലമായി കാണുന്നു. എഴുത്തുകാർക്കും വായനക്കാർക്കും മറ്റും വളരെ അനുകൂലമായ ഒരു വാരമായിരിക്കും ഇത്. കർക്കിടകക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഈ വാരം വളരെ അനുകൂലമായ അനുഭവങ്ങളുള്ള ഒരു വാരമായിരിക്കും. എന്നാൽ ചില കേസ്, വഴക്ക്, പ്രശ്നങ്ങളിൽ ചെന്നുപെടാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. എഴുത്തുകാർക്കും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും പത്രപ്രവർത്തനം തുടങ്ങിയവർക്കുമൊക്കെ വളരെ അനുകൂലമായൊരു വാരമായിരിക്കും ഇത്. വളരെ തിരക്കേറിയ ഒരു വാരമായിരിക്കും ഇത്. കൂടാതെ അയൽക്കാരുമായിട്ടുള്ള കലഹങ്ങൾക്ക് സന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും പുതിയ വഴക്കുകൾ ആരംഭിക്കുവാൻ സാധ്യത കാണുന്നതിനാൽ അക്കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. ചില കൂട്ടുകെട്ടുകൾ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്നതായി കാണുന്നുണ്ട്. ചില കൂട്ടുകെട്ടുകളിൽപ്പെട്ട് സഹായത്തിന് ഒഴുമ്പെടുമ്പോൾ അതിൽ നിന്ന് തിക്താനുഭവങ്ങളുണ്ടായി കേസ് വഴക്കുകളിലൊക്കെ ചെന്നുപെടാൻ സാധ്യതയുള്ളതിനാൽ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്. സാമ്പത്തിക കാര്യങ്ങളിലും അതേപോലെ സാമൂഹ്യ പ്രവർത്തകർക്കും ഒക്കെ വളരെ അനുകൂലമായ ഒരു വാരമായിരിക്കും ഇത്. എന്നാൽ ധാരാളം പണം വന്നു ചേരുന്ന ഒരു വാരമാണ് ഇതെങ്കിലും ചിലവ് അധികരിക്കുന്ന ഒരു വാരമായതുകൊണ്ട് ആത്മനിയന്ത്രണത്തോടു കൂടി വേണം കാര്യങ്ങൾ ഇടപെടാൻ, ധനം ചെലവഴിക്കാനൊക്കെ ഒരു നിയന്ത്രണം ആവശ്യമാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ്. എന്നാൽ വിദേശ പഠനത്തിന് ഒരുങ്ങുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായ ഒരു വാരമായിരിക്കുകയില്ല ഇത്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരുടെ വാരഫലം. ചിങ്ങത്തിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഈ വാരം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെങ്കിലും ഗുണാധിക്യമാണ് കണ്ടുവരുന്നത്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധാരാളം കച്ചവട സാധ്യത ഉണ്ടാകുന്ന ഒരു വാരമായിരിക്കും ഇത്. വരുമാനത്തിൽ നല്ല പ്രതീക്ഷിച്ചതിലേറെ ലാഭം കൈവരുന്ന ഒരു വാരമായിരിക്കും ഇത്. ഈ വാരത്തിൽ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഈശ്വരഭജനമാണ്. ഈശ്വരഭജനത്തിലൂടെ മുൻപോട്ട് പോയാൽ ഈ ഇത്തരത്തിലുള്ള ധനനഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. കൂടെ നിൽക്കുന്നവർ ചതിച്ചേക്കാൻ സാധ്യതയുള്ളൊരു വാരമാണിത്. ശുഭകരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വിവാഹാദി കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലമായൊരു വാരമായിരിക്കും ഇത്. ഒരുപാട് കാലഘട്ടങ്ങളിൽ നമ്മൾ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം സഫലീകരിക്കുവാനായിട്ട് സാധ്യതയുള്ളൊരു വാരമായിരിക്കും ഇത്. അടുത്തായി നമുക്ക് കന്നിക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര. കന്നിക്കൂറുകാർക്ക് ഈ വാരം ഗുണാധിക്യമുള്ളതാണ്. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശാരീരികമായി ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതൊഴിച്ചാൽ പൊതുവെ ഈ വാരം കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊക്കെ അനുകൂലമായ ഒരു സമയമായിരിക്കും. പരീക്ഷാ വിജയത്തിന് സാധ്യതയുള്ളൊരു വാരമായിരിക്കും ഇത്. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും വലിയ കോഴ്സുകളിൽ അഡ്മിഷൻ എടുക്കുന്നവർക്കുമെല്ലാം വളരെ അനുകൂലമായ ഒരു വാരമായിരിക്കും ഇത്. ബിസിനസ്സുകാർക്ക് വാരം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ പ്രതീക്ഷിച്ച അത്ര വരുമാനമില്ല എന്നോർത്ത് കുറച്ച് പ്രയാസങ്ങളൊക്കെ വാരത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ആഴ്ചയുടെ അവസാനം ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാകാം. ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വിഷമിക്കുന്നവർക്ക് തീരുമാനമുണ്ടാകുന്നതാണ്.
വിവാഹ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും യോഗ്യത കാണുന്നു. അതേപോലെ തന്നെ കമിതാക്കൾക്ക് അനുകൂലമായൊരു വാരമായിരിക്കും ഇത്. കലാകാരന്മാർക്കും മാധ്യമപ്രവർത്തകർക്കും അതേപോലെയുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും സിനിമ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം അനുകൂലമായ ഒരു വാരമായിരിക്കും ഇത്. അടുത്തതായി നമുക്ക് തുലാരാശിക്കാരുടെ വാരഫലം പരിശോധിക്കാം. തുലാരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് സാമ്പത്തികമായി ചില മെച്ചങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വാരമായിരിക്കും ഇത്. തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വിഭാഗക്കാർക്കും അനുകൂലമായൊരു വാരമായിരിക്കും. എന്നാൽ സാമ്പത്തികമായ അഭിവൃദ്ധിയിൽ നമ്മൾ അഹങ്കരിക്കേണ്ട, ധനം ചുരുക്കി ചെലവാക്കുക. കാരണം ഈ ആഴ്ച അവസാനത്തോടുകൂടി ധനം ചിലവാക്കാനുള്ള പല സംരംഭങ്ങളും പല സംഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് ചില രോഗാദി ദുരിതങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ വന്നു ചേർന്നേക്കാം. സന്താനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം വന്നതോർത്ത് സന്തോഷിക്കാൻ ഇടയുള്ള ഒരു വാരമായിരിക്കും ഇത്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വളരെ അനുകൂലമായി കാണുന്നു. വൃശ്ചികക്കൂറുകാരുടെ ഫലം നോക്കാം. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രം ഉൾക്കൊള്ളുന്ന ഈ കൂറുകാർക്ക് ഈ വാരം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ വാരാന്ത്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ധനനഷ്ടം, ചോരഭയം, അതായത് ആരെങ്കിലും നമ്മളുടെ പണമോ പേഴ്സോ ഒക്കെ അപഹരിക്കാൻ സാധ്യതയുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും ചില തടസ്സങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഗ്രഹം മോടി പിടിപ്പിക്കുന്നതിനോ പുതിയത് വാങ്ങുന്നതിനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഈ വാരം തെളിഞ്ഞു വന്നേക്കാം. അതുപോലെ തന്നെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വാരം വളരെ അനുകൂലമായി കാണുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് IT ഫീൽഡിലുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നേക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകുക. ഇതെല്ലാം ഒഴിച്ചാൽ ഈ വാരം വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി ധനുക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് വാരം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടതുപോലെയോ ചില മാനസിക സംഘർഷങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുവർത്തിക്കുന്നത് നന്നായിരിക്കും. ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ ശ്രദ്ധിക്കുകയും അതേപോലെ തന്നെ കലഹങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയൊക്കെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും ഈ ആഴ്ച. ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ പ്രതീക്ഷ നിറഞ്ഞ ഒരു ആഴ്ചയായിരിക്കും. ധാരാളം ധനം വന്നു ചേരുന്ന ഒരു ആഴ്ചയായിരിക്കും ഇത്. ബിസിനസ്സുകാർക്ക് അനുകൂലമായ യാത്രകൾ വന്നു ചേരുന്നതാണ്. അതേപോലെ സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. എന്നാൽ വിദ്യാർത്ഥികൾക്കും ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു വാരമായിരിക്കുകയല്ല ഇത്. ചില പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നതായി കാണുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും പരിഹാരമായി കാണുന്നത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പത്രമാധ്യമ പ്രവർത്തകർക്കും ഒക്കെ അനുകൂലമായൊരു വാരമായിരിക്കും ഇത്. എന്നാൽ കുറച്ച് ശാരീരിക ക്ലേശങ്ങളും മാനസിക സമ്മർദ്ദങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ രാശിഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ നക്ഷത്രക്കാർക്ക് വാരം താരതമ്യേന ഗുണദോഷ സമ്മിശ്രമാണ്. വാരത്തിൻ്റെ ആദ്യ പകുതിയിൽ വളരെ ഗുണം ചെയ്യുമെങ്കിലും അവസാന പകുതിയിൽ ചില ഭാഗ്യദോഷങ്ങളെല്ലാം വന്നു ചേരാനായി സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയാൽ ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്ക് അനുകൂലമായ ഒരു വാരമായിരിക്കുകയില്ല ഇത്. ചില സന്ദർഭത്തിൽ ആത്മസംയമനം പാലിക്കേണ്ടതായി വന്നേക്കാം. ചില കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതായിട്ട് കാണുന്നു.
പ്രതീക്ഷകൾ ചിലത് സഫലീകരിക്കാതെ പോകാമെങ്കിലും വാരാന്ത്യത്തിൽ അതിനൊക്കെ അനുകൂലമായ ചില പ്രതീക്ഷകൾ വന്ന് ചേരുന്നതാണ്. അതുപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാകാരന്മാർക്ക്, മറ്റ് ജോലികളിൽ എല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഗുണകരമായൊരു വാരമായിരിക്കും ഇത്. നിങ്ങളുടെ പൊതുവായ ഫലമാണ് ഈ പറയുന്നത്. എന്നാൽ നിങ്ങളുടെ ജാതകം അനുസരിച്ചോ അല്ലെങ്കിൽ അപഹാരങ്ങൾ, ദശാകാലങ്ങൾ, അപഹാരങ്ങളൊക്കെ അനുസരിച്ച്, ഗോചരഫലങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിരാശപ്പെടേണ്ടതില്ല. വളരെ പ്രതീക്ഷയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി കുംഭം കൂറുകാരുടെ, കുംഭരാശിക്കാരുടെ ഫലം നമുക്ക് പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഈ വാരം നല്ലതായി കാണുന്നു, വളരെ ഗുണകരമായി കാണുന്നു. ബന്ധുമിത്രാദികളുമായി നല്ല സമയം പങ്കിടാനുള്ള ഒരു വാരമായിരിക്കും ഇത്. എന്നാൽ ചില മുതിർന്ന ആൾക്കാരുമായി ചില തർക്കങ്ങളും വഴക്കുകളുമൊക്കെ നേരിടേണ്ടതായി വരും. അതുകൊണ്ട് മാനസികമായി പക്വതയോടുകൂടി തയ്യാറെടുത്തിരിക്കുക. അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ചില മ്ലാനതകളും പ്രശ്നങ്ങളും ഒക്കെ മാറി പോകുന്നതായിട്ട് കാണുന്നു. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഇരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ഭവിക്കാനിടയുണ്ട്. ചില രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഊഹക്കച്ചവടം പോലെയുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒട്ടും തന്നെ അനുകൂലമായ ഒരു വാരമായിരിക്കുകയില്ല ഇത്. ബാക്കി എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലതായ ചില അനുഭവങ്ങൾ വന്നു ചേരുന്നതായി കാണുന്നു. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അടിസ്ഥാനം. ഈശ്വരനെ പ്രാർത്ഥിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഗുണദോഷ സമ്മിശ്രമായ വാരമാണ് ഇത്. ഉദ്യോഗാർത്ഥികൾക്ക് ചില മാനസിക ക്ലേശങ്ങളോ അല്ലെങ്കിൽ പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന IT-കാർക്ക് റിപ്പീറ്റ് ചെയ്ത് അത് ചെയ്യേണ്ടി വരികയോ ഒക്കെ ചെയ്യാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടായി വരുന്നതാണ്. ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയാൽ അതെല്ലാം ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ വാരഫലം പരിശോധിക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു വാരമായിരിക്കും ഇത്. പുതിയതായ ഏതെങ്കിലും സംരംഭം തുടങ്ങുവാൻ കലാപരമായി ആരംഭിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ ഒരു വാരമായിരിക്കും ഇത്. കൂടാതെ പത്രപ്രവർത്തകർ, എഴുത്തുകാർ അങ്ങനെയുള്ളവർക്കെല്ലാം ഈ വാരം വളരെ അനുകൂലമായി കാണുന്നു. ഗ്രഹം മോടി പിടിപ്പിക്കാനോ പുതിയത് വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു വാരമായിരിക്കും ഇത്. ഈശ്വര പ്രാർത്ഥന നിങ്ങളെ എല്ലാത്തിലും മുൻപന്തിയിലാക്കും എന്ന് കാണുന്നു. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന കൈവിടാതെ ഇരിക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും നന്മകളും മാത്രമുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ.